ആലപ്പുഴയിൽ നിർമ്മാണത്തിലിരിക്കുന്ന കീച്ചേരിക്കടവ് പാലം തകർന്നതിൽ കരാറുകാരനെ കരിമ്പട്ടിയിൽപ്പെടുത്താൻ നിർദ്ദേശം. 3 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസാണ് നിർദ്ദേശം നൽകിയത്. പൊതുമരാമത്ത് വിജിലൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. KR സാജുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. KR സാജു, വിശദാംശം. അജി, ആലപ്പുഴയിലെ കീച്ചേരിക്കടവിൽ പാലം നിർമ്മാണത്തിന് ഇടയിൽ സ്പാൻ തകർന്നു വീണ് അപകടമുണ്ടായിരുന്നു. ഇതേക്കുറിച്ച് അന്വേഷിക്കാനുള്ള നിർദ്ദേശം അന്ന് തന്നെ പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസ് പൊതുമരാമത്ത് വിജിലൻസ് വിഭാഗത്തിന് കൈമാറിയിരുന്നു. ആ റിപ്പോർട്ട് പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ തീരുമാനമുണ്ടായിരിക്കുന്നത്. പാലം നിർമ്മിക്കുന്ന കരാറുകാരായ കമ്പനിയെ കരിമ്പട്ടികയിൽപ്പെടുത്താനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. പാലം നിർമ്മാണത്തിൽ ഗുരുതരമായ വീഴ്ച സംഭവിച്ചു എന്നാണ് പൊതുമരാമത്ത് വിജിലൻസ് വിഭാഗത്തിന്റെ കണ്ടെത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കരാർ കമ്പനിയെ കരിമ്പട്ടികയിൽപ്പെടുത്താനുള്ള നടപടികൾ ആരംഭിക്കാനുള്ള നിർദ്ദേശം ഇപ്പോൾ വകുപ്പിന് മന്ത്രി PA മുഹമ്മദ് റിയാസ് നൽകിയിരിക്കുന്നത്. മാത്രമല്ല, ഈ നിർമ്മാണത്തിന് മേൽനോട്ടം വഹിക്കേണ്ടിയിരുന്ന ഉദ്യോഗസ്ഥർ, പൊതുമരാമത്ത് വകുപ്പിലെ ഉദ്യോഗസ്ഥർ ഗുരുതരമായ വീഴ്ച വരുത്തിയിരിക്കുന്നു എന്നും പ്രാഥമികമായ അന്വേഷണ റിപ്പോർട്ടിൽ തന്നെ വ്യക്തമാകുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ, ഓവർസിയർ എന്നിവരെ സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറിക്ക് ഇത് സംബന്ധിച്ച നിർദ്ദേശം പൊതുമരാമത്ത് മന്ത്രി നൽകി. അല്പസമയത്തിനകം തന്നെ ഈ സസ്പെൻഷൻ ഉത്തരവും പുറത്തിറങ്ങും. അതായത് 3 ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചു എന്ന് സർക്കാർ തന്നെ ഈ ഘട്ടത്തിൽ സമ്മതിക്കുകയാണ്. വേണ്ട തരത്തിലുള്ള മേൽനോട്ടം വഹിക്കേണ്ട ഉത്തരവാദിത്തമായിരുന്നു ഈ ഉദ്യോഗസ്ഥർക്കുണ്ടായിരുന്നത്. അത്തരം കാര്യങ്ങൾ, നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ നടത്തേണ്ട മേൽനോട്ട ചുമതല വളരെ കൃത്യമായി പാലിക്കപ്പെട്ടിട്ടില്ല എന്നുകൂടിയാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് 3 ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്നും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനം ഈ ഘട്ടത്തിൽ എടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ കരാർ കമ്പനിക്കെതിരെ കൂടുതൽ നടപടികളിലേക്കും പോകും എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ കരാർ കമ്പനിയുടെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്നാണ് പൊതുമരാമത്ത് വിജിലൻസ് വിഭാഗത്തിന്റെ കണ്ടെത്തൽ. അതിന്റെ അടിസ്ഥാനത്തിലാണ് പൊതുമരാമത്ത് മന്ത്രി തന്നെ നടപടിയെടുക്കാനുള്ള നിർദ്ദേശം ഈ ഘട്ടത്തിൽ നൽകിയിരിക്കുന്നത്. അജി, പാലം തകർന്നുമായി ബന്ധപ്പെട്ടാണ് ഉദ്യോഗസ്ഥർക്കെതിരെ സസ്പെൻഷനും ഒപ്പം തന്നെ കരാറുകാരനെ കരിമ്പട്ടിയിൽപ്പെടുത്താനും തീരുമാനിച്ചത്. മന്ത്രി മുഹമ്മദ് റിയാസാണ് നടപടിക്ക് ശുപാർശ ചെയ്തത്. KR സാജുവാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്നും.